ഹലോ, അപ്പോൾ ഉണ്ടല്ലോ എലസാനി വാലീനെ ഇങ്ങനെ നോക്കിക്കാണുന്ന തരത്തിൽ നിൽക്കുന്ന ഈ ഒരു ചെറിയ ടൗൺ ജോർജിയയിലെ സിഗ്നാഗിനെ പറ്റിയിട്ട് ഞാൻ കുറേ കേട്ടിട്ടും വായിച്ചിട്ടുള്ളുണ്ട് കേട്ടോ. അപ്പോൾ ഈ സിഗ്നാഗി എന്ന് പറയുന്ന വേർഡിലുള്ള സിഗ്നാക് അതൊരു ടർക്കിഷ് വേർഡാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ മീനിങ് എന്താണെന്നറിയോ? ഷെൽട്ടർ. അപ്പം നിങ്ങളെല്ലാവരും എർക്കൽ രാജാവ് എന്ന് കേട്ടിട്ടുണ്ടാവൂലേ? അതേ രണ്ടാം ഹെർക്കുലീസ് രാജാവിൻ്റെ ടൈമിൽ 18ാം നൂറ്റാണ്ടിലുണ്ടല്ലോ ഇവിടെ ഈ ടൗണിന് ചുറ്റും വാൾ ഉണ്ടാക്കി കേട്ടോ. അപ്പം ആ വാൾ എന്തിനാണ് ഉണ്ടാക്കിയെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിമി എന്നുള്ള പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട്. ഇപ്പം ഞാൻ പറഞ്ഞില്ലേ ടർക്കിഷ് വേർഡ് സിഗ്നാഗി എന്ന് പറഞ്ഞെങ്കിൽ ഷെൽട്ടർ. അപ്പോൾ ഒരു ഷെൽട്ടർ ആയിട്ടാണ് ഇതിന് ചുറ്റും വാൾ ഉണ്ടാക്കി അതിനുള്ളിൽ ഈ നാടെല്ലാം വന്നത്. അപ്പോൾ ഉണ്ടല്ലോ ആ വലിയ വാൾ കടന്നിട്ട് ഈ സിറ്റിയിലേക്ക് കയറുമ്പോണ്ടല്ലോ നമ്മൾ മനസ്സിന് തന്നെ ഒരു ഭയങ്കര കുളിർമ തോന്നും. ഒക്കെ ആ ഒരു പീസ്നെസ് കാണുമ്പോൾ പിന്നെ ബിൽഡിങ്സിൻ്റെ ആ ഒരു കളറും നമ്മളെ കണ്ണിനിങ്ങനെ ഭയങ്കര കുളിർമയേകുന്ന ടൈപ്പ് വാം പെയിൻ്റ് അടിച്ചിട്ടാണ് ഈ സിറ്റി തന്നെ ഉള്ളത്. ലൈക്ക് കാണാൻ തന്നെ നല്ല ബ്യൂട്ടിഫുൾ സ്മോൾ ഒരു സിറ്റി. ലൈക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടമായി എന്തായാലും. ഇപ്പോൾ ഇവിടെ സ്മോൾ ഷോപ്സ് എല്ലാം ഉണ്ട്. നമ്മൾ ഈ സ്ട്രീറ്റിലൂടെ ഇങ്ങനെ നടന്നു പോകാമല്ലോ നമുക്ക്. അപ്പം നമ്മളിങ്ങനെ ടൗണിൽ കൂടി നടക്കുമ്പം സിഗ്നാഗി സ്ക്വയർ എത്തി. അപ്പം അതിൻ്റെ ഓപ്പോസിറ്റായിട്ട് ഇവിടെ വാർ മെമ്മോറിയൽ ഫുൾ അതിൻ്റെ കോട്ടൻ്റെ ഫോട്ടോവും പിന്നെ എനിക്ക് തോന്നുന്ന ആൾക്കാരുടെ പേരാണ് എഴുതി വെച്ചിട്ടുള്ളത് ജോർജിയൻ ഭാഷയിൽ ഒരു ഏരിയ. ഇവിടെ നടക്കുന്ന സ്ട്രീറ്റ്സ് എങ്ങനെയാ അറിയോ? ഫുൾ സ്റ്റോൺസ് പേവ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, നല്ല രസമുണ്ട്. പിന്നെ അതിൻ്റെ ഇടയിൽ ഇങ്ങനെ നടന്നു വരുമ്പം ക്യൂട്ട് ഷോപ്സും പിന്നെ പഴയ വീടുകളും ആ വിൻഡോസ് കണ്ട അത് നല്ല രസമുണ്ടല്ലോ. അതിൻ്റെ ആ ഒരു മോഡലും വുഡിൽ ഉണ്ടാക്കിയതും അതിനടിച്ച പേസ്റ്റൽ കളറും എല്ലാം കാണാൻ നല്ല രസമുണ്ട്. അപ്പം നമ്മളിങ്ങനെ നടക്കുമ്പോൾ തന്നെ ഉണ്ടല്ലോ ബാക്കിൽ കണ്ട സെൻറ്റ് ജോർജ് ചേർച്ചിൻ്റെ ആ ഒരു വ്യൂ നല്ല രസമുണ്ട് ഇവിടുന്ന് കാണാൻ. അപ്പോൾ ഇവിടെ ഉണ്ടല്ലോ നമ്മളൊരു മാർക്കറ്റിലേക്ക് എൻ്റർ ചെയ്തു. ഇവിടെ ഇങ്ങനെ ഈ സ്റ്റോൺ പേവ്ഡ് സ്ട്രീറ്റ്സിൽ ഇങ്ങനെ ഫുൾ ലൈനിൽ രണ്ട് സൈഡിലും മാർക്കറ്റും കുറേ ക്യൂട്ട് സ്റ്റഫ്സും ക്രോഷറ്റ് ചെയ്തതും സോക്സും കാർപ്പറ്റ്സും പിന്നെ നമ്മൾ സോവനീർസും ബാഗ്സും എന്തെല്ലാം ഉണ്ട്. ഓക്കെ, നല്ല രസമുണ്ട് കാണാൻ. ഞാൻ ഇതിൽ ലയിച്ചു പോയി. അപ്പോൾ ഇവിടെ ഞാനൊരു സ്പൈസ് ഷോപ്പും കണ്ടു. ഇവിടെ സ്പൈസ് പിന്നെ നട്ട്സ് വാൾനട്ട് ബദാം എല്ലാം ഉണ്ട്. പിന്നെ ഇതാ വൈനുണ്ട്, വൈന് വേണ്ടവർക്ക് ഹണി ഉണ്ട്. പിന്നെ ഓയിലുണ്ട്. ചച്ച മീൻസ് ഡ്രിങ്ക് അത് വേണ്ടവർക്ക് അതും ഉണ്ട്. പിന്നെ നമ്മളെ ചർച്ചയില അത് ചുർച്ച്കേല ആ സാധനമുണ്ട് ഇവിടെ. ഇപ്പം ഇവിടെ ഇങ്ങനെ സ്പൈസിൻ്റെ ഷോപ്പെല്ലാം കഴിഞ്ഞിട്ട് വന്നിട്ടാകുമ്പോൾ ഇതാ ഇവിടെ നല്ല 2 റെസ്റ്റോറൻറ്റ്സ് ഉണ്ട്. അടിപൊളി വ്യൂ ആയിട്ടുള്ള ഇൻസ്റ്റഗ്രാമബിൾ ഫോട്ടോസ് എടുക്കാനെല്ലാം പറ്റിയ അവിടെ ഇരുന്ന് ഫുഡ് കഴിച്ച് അടിപൊളി റെസ്റ്റോറൻറ്റ്സും നല്ല ഉണ്ടല്ലോ കാണാൻ. അപ്പോൾ ഇവിടെ ഇങ്ങനെ നടന്ന് ഞാൻ സിഗ്നാഗി സിറ്റിയെല്ലാം കണ്ട്. നിങ്ങളും കണ്ടില്ലേ അല്ലേ? ഇത് ഓൾഡ് തിബിലിസി എന്ന് ഒരു ഭയങ്കര ഡിഫറെൻറ്റ് നാടല്ലേ. ഇവിടുത്തെ സോവനീർസും ഇവിടുത്തെ ഷോപ്സും എല്ലാം കാണാൻ ഒരു ഡിഫറെൻ്റ് ഉണ്ട്. ഇവിടുത്തെ ഒരു വൈബും എല്ലാം ഡിഫറെൻ്റാണ്. അപ്പോൾ ഇനിയിപ്പം നമ്മൾ സിഗ്നാഗി വാൾ എന്ന് പറഞ്ഞിട്ടുണ്ട് അവിടത്തേക്ക് ഇപ്പം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ ഞാൻ സിഗ്നാഗി വാളുമായിട്ട് വരാം. ഓക്കെ.